നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒരു യാഥാർത്ഥ്യമാണ്. രാജ്യത്തെ മൊത്തം വിസ്തൃതിയുടെ 1.18% മാത്രമാണ് സംസ്ഥാനത്തിന്റെ ഭൂവിസ്തൃതി. അവിടെ 2.77% ജനങ്ങൾ ജീവിക്കുന്നു. വ്യവസായ വികസനത്തിനുള്ള സാധ്യത കുറവായതിനാൽ അതുവഴിയുള്ള നികുതി വരുമാനം നാമമാത്രമാണ്. 2017 GST നിയമനം നടപ്പിലാക്കിയപ്പോൾ നികുതി വരുമാന സ്രോതസ്സിന്റെ 62% നഷ്ടമായി. 5 വർഷത്തിന് ശേഷം ഇതിനുള്ള നഷ്ടപരിഹാരവും നിർത്തലാക്കി. ഇപ്പോൾ പ്രതിവർഷ നഷ്ടം 12,000 കോടി രൂപയാണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 62.31% എത്തിച്ചേരുന്നത് കേന്ദ്ര ഖജനാവിലാണ്. സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് 37.69% മാത്രം. എന്നാൽ ആകെയുള്ള ചെലവിന്റെ 63% നിർവഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. എല്ലാ സംസ്ഥാനങ്ങളെയും പ്രതിസന്ധിയിലെത്തിക്കുന്ന പ്രധാന ഘടകം ഇതാണ്. BJP സർക്കാർ വന്നതിനു ശേഷം കേരളത്തിന്റെ വരുമാനം മറ്റു വഴികളിലും വെട്ടിക്കുറച്ചു. 10ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നിശ്ചയിച്ചിരുന്ന വിഹിതം 3.81% 14ാം കമ്മീഷൻ ഇത് 2.51% കുറച്ചു. 15ാം ധനകാര്യ കമ്മീഷനാകട്ടെ 1.92% വെട്ടിക്കുറച്ചു. ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള 16ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് നീതി ഉറപ്പാക്കുമെന്ന് പറയാനാകില്ല. ജനസംഖ്യ ആനുപാതികമായിട്ടാണെങ്കിൽ 2.77% സംസ്ഥാനത്തിന് കിട്ടണമായിരുന്നു. BJP സർക്കാരിന്റെ കേരളത്തോടുള്ള പക ഇവിടെ പ്രകടമാണ്. ഇതിനെതിരെ UDF MPമാർ പ്രതികരിച്ചിട്ടില്ല എന്നതും വിസ്മരിക്കാനാകില്ല. UPക്ക് 17.94%, ബീഹാറിന് 10.6% നൽകിയപ്പോഴാണ് കേരളത്തോട് ക്രൂരമായ അവഗണന കാട്ടിയത്. ഒരു വർഷം 8,000 കോടി രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ മാത്രം കേരളത്തിനുണ്ടായത്. കേന്ദ്രത്തിന് കിട്ടുന്ന നികുതി വരുമാനത്തിന്റെ 41% സംസ്ഥാനങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. എന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവയ്ക്ക് ഏർപ്പെടുത്തിയ സെസിന്റെയും എക്സൈസ് ഡ്യൂട്ടിയുടെയും വിഹിതം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇതിന്റെ ഫലമായി 41% സ്ഥാനത്ത് യഥാർത്ഥത്തിൽ 32 മുതൽ 33% മാത്രമേ സംസ്ഥാനത്തിന് ലഭിക്കുന്നുള്ളൂ. 6,000-ലധികം കോടിയുടെ നഷ്ടമാണ് ഒരു വർഷം ഇതിലൂടെ ഉണ്ടാകുന്നത്. കടമെടുക്കുന്നതിന്റെ വായ്പാ പരിധി GSTയുടെ 3% എന്നത് 4% ഉയർത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. കേന്ദ്രത്തിന് യാതൊരു സാമ്പത്തിക നഷ്ടവും വരാത്ത കാര്യമാണിത്. ഇതേ കേന്ദ്ര സർക്കാർ തന്നെ അവരുടെ GDPയുടെ 5%-ലധികം വായ്പ എടുക്കുന്നുമുണ്ട്. വായ്പാ പരിധി 1% കൂട്ടിയിരുന്നുവെങ്കിൽ ഒരു വർഷം 10,000-ലധികം കോടി രൂപ കൂടുതലായി വായ്പ എടുക്കാനാകുമായിരുന്നു. കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് റിസർവ് ബാങ്ക് തന്നെ വിലയിരുത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. വായ്പാ പരിധി വർദ്ധിപ്പിക്കാത്ത കേന്ദ്ര സർക്കാർ മറ്റൊരു ക്രൂരത കൂടി ചെയ്തു. കിഫ്ബി വഴിയും പെൻഷൻ ഫണ്ട് വഴിയും എടുത്ത വായ്പ കൂടി 3%-ന്റെ പരിധിയിൽ കൊണ്ടുവന്നു. 16,433 കോടി രൂപയുടെ കുറവാണ് ഇങ്ങനെ ഉണ്ടായത്. ഗ്രാന്റ് എയ്ഡിൽ വെട്ടിക്കുറവ് വരുത്തിയ സർക്കാർ വയനാട് ദുരന്തമുണ്ടായപ്പോൾ കാട്ടിയ അവഗണന സംസ്ഥാനം വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ദുരന്തഘട്ടത്തിൽ കേരളം കാണിക്കുന്ന കരുതൽ രാജ്യത്തിനാകെ മാതൃകയാണ്. വയനാട്ടിലെത്തുന്ന ആർക്കും ഇത് കാണാനാകും. 2016-17 കേരളത്തിന്റെ റവന്യൂ വരുമാനം 75,612 കോടിയായിരുന്നെങ്കിൽ അതിൽ 23,735 കോടി കേന്ദ്ര വിഹിതമായിരുന്നു, അതായത് 32%. എന്നാൽ 2023-24 എത്തിയപ്പോൾ കേന്ദ്ര വിഹിതം 27%-മായും 2024-25 ഇത് 25%-മായും കുറഞ്ഞു. 2025-26 ഇനിയും കുറയാനാണ് സാധ്യത. കേന്ദ്ര അവഗണനയുടെ പൂർണ്ണ ചിത്രം ഈ കണക്കിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കേന്ദ്ര അവഗണന മൂലം ഒരു വർഷം 35,000 മുതൽ 40,000 കോടി വരെയാണ് നഷ്ടമുണ്ടാകുന്നത്. 2016-17 സംസ്ഥാനത്തിന്റെ വാർഷിക ചെലവ് 68,169 കോടിയായിരുന്നത് 2025-26 2,354,000 കോടിയായി ഉയരുന്ന അവസ്ഥ പ്രത്യേകം പഠിക്കേണ്ടതാണ്. തനത് നികുതി വരുമാനം 4 വർഷം മുമ്പ് 47,166 കോടിയായിരുന്നത് ഇന്നിപ്പോൾ 81,000 കോടിയായി ഉയർന്നിരിക്കുന്നു. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഈ ക്രമത്തിൽ വർദ്ധിച്ചില്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഇതിന് ഇന്ധനം പകരുകയായിരുന്നു കേരളത്തിലെ BJP. എല്ലാം കൃത്യമായി അറിയാവുന്ന UDF സംവിധാനവും ഇതിന് കൂട്ടുനിന്നു എന്നതാണ് അതിശയകരം. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിലെ ജനങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം.